മാലിന്യം പേറുന്ന തോടുകളും പുഴകളും 24-ന്റെ വാർത്താ പരമ്പര കണ്ണു തുറക്കൂ കാണൂ. മാലിന്യത്തിൽ വീണ് ഒരു ജീവൻ പൊലിഞ്ഞിട്ടും പാഠം പഠിക്കാത്തവരാണ് നമ്മുടെ ഭരണകർത്താക്കൾ. മലപ്പുറത്ത് തോട്ടിലും റോഡിലും സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പോലും മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. മഴ ശക്തമായതോടെ മാലിന്യം വിവിധയിടങ്ങളിലേക്ക് പരന്നൊഴുകുന്ന കാഴ്ചയാണ് ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണ് നമ്മൾ മലയാളികളെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടുകൾ. മാലിന്യം കുന്നുകൂടുന്നതിനെതിരെ ഉദ്യോഗസ്ഥരെയും നമ്മുടെ സംവിധാനങ്ങളെയും നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ആരാണ് എന്നുള്ളത് നാം ഓരോരുത്തരും ഓർക്കണം. മലപ്പുറം ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക്. മാലിന്യം മല പോലെ കുന്നുകൂടുകയാണ്. കനാലിലേക്കും തോട്ടിലേക്കുമെല്ലാം മാലിന്യം വലിച്ചെറിഞ്ഞ് തോടിൻ്റെ സുഗമമായ ഒഴുക്ക് നിലച്ച മട്ടാണ്. മലപ്പുറം എടവണ്ണയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തോടായ വലിയ തോട്ടിലെ മാലിന്യ കൂനയാണ് നമ്മൾ ഈ കാണുന്നത്. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തി നേരത്തെ നടത്തിയിരുന്നെങ്കിലും നിലവിൽ എല്ലാം നിലച്ച മട്ടാണ്. കാരണം ഇതിനൊരു പ്രതിവിധി ഉണ്ടാവണം. കാരണം ഇത് നമ്മുടെ സംരക്ഷിക്കേണ്ട നമ്മുടെ തോട് നമ്മൾ തന്നെ അത് വൃത്തിയായിട്ട് കൊണ്ടുപോകേണ്ട ചുമതല അത് നമുക്കുണ്ട്. ഒരുപാട് കുടിവെള്ള സ്രോതസ്സുള്ള ചാലിയാറിന്റെ കൈവരി തോടാണത്. ഇതില് ഈ രാത്രിയുടെ മറവില് ആൾക്കാർ മാലിന്യങ്ങൾ എറിഞ്ഞ് ആകെ വൃത്തികേടാക്കിയാണ്. ഇത് കുറെ കാലമായി ഇങ്ങനെ കിടക്കുന്നത്. ഈ മാലിന്യം ചെന്നു ചേരുന്നത് മീറ്ററുകൾക്കപ്പുറത്തുള്ള ചാലിയാറിലാണ്. രാത്രിയുടെ മറവിലാണ് തോട്ടിൽ മാലിന്യം നിക്ഷേപിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇതിൽ കൂടുതൽ. അഴുക്കുചാലിലും കനാലിലുമെല്ലാം മാലിന്യം കെട്ടിക്കിടക്കുന്ന കാഴ്ചകൾ കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ അടിയന്തര പ്രാധാന്യത്തോടെ ശ്രദ്ധ പതിയേണ്ട മറ്റൊരു കാഴ്ചയാണ് ഇനി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന കാഴ്ച. നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലും പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയാണ്. ഈ വേളയിൽ നിലമ്പൂർ നഗരസഭാ കോമ്പൗണ്ടിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. നഗരസഭാ പരിധിയിലെ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് കുന്നുകൂടി കിടക്കുന്നത്. ദിവസങ്ങളോളം നഗരസഭാ പരിസരത്ത് സൂക്ഷിച്ച ശേഷമാണ് ഈ മാലിന്യം ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ടു പോകുന്നത്. മഴ ശക്തമായതോടെ മാലിന്യങ്ങൾ നിറച്ച പ്ലാസ്റ്റിക് ചാക്കുകൾ പൊട്ടിയൊലിക്കുകയാണ്. കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾക്കിടയിൽ പാമ്പ്, എലി എന്നീ ഇഴജന്തുക്കളും കൊതുക് ശല്യവും രൂക്ഷമാണ്. ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം.